10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേറുന്ന UDF മന്ത്രിസഭയുടെ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വകുപ്പ് വിഭജനവും മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണവും കോൺഗ്രസിനും ഹൈക്കമാൻഡിനും വലിയ തലവേദനയാകുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതോടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പും സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രധാന ചർച്ചകൾ. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. ശനിയാഴ്ച എല്ലാം തീരുമാനമായില്ലെങ്കിൽ ഞായറാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീളും. ഇത് ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും പല മാനങ്ങൾ നൽകും. അതുകൊണ്ട് ഇന്ന് എല്ലാ കാര്യത്തിലും ഫോർമുലയുണ്ടാക്കാനാണ് തീരുമാനം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ നൽകേണ്ടി വരും എന്ന വികാരമാണ് കോൺഗ്രസിനുള്ളിൽ ശക്തം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആഭ്യന്തരം കൂടി മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കട്ടെ എന്നൊരു അഭിപ്രായവും സതീശൻ പക്ഷത്തിനുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. മുതിർന്ന നേതാവിനെ അർഹമായ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളണമെന്ന സന്ദേശം ഹൈക്കമാൻഡ് നൽകിയാൽ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് വിട്ടു നൽകേണ്ടി വരും. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. 22 MLA-മാരുള്ള തങ്ങൾക്ക് 5 മന്ത്രിമാർ വേണമെന്നത് ന്യായമായ ആവശ്യമാണെന്ന് ലീഗ് നേതൃത്വം ശനിയാഴ്ച നടക്കുന്ന UDF യോഗത്തിൽ ആവർത്തിക്കും.